സമാധാനത്തിൽ സന്തോഷത്തിലിരിക്കുക. ഒരു സങ്കടം പോലും മനസ്സിൽ കൊണ്ടുവരരുത്. ഒരു ഓർമ്മ പോലും സങ്കടത്തിൻ്റെയോ ഉത്കണ്ഠയോ ഒന്നും കൊണ്ടുവരാതിരിക്കുക. നമ്മൾ ഉടമ്പടി എടുക്കാനാണ് വന്നിരിക്കുന്നത്. ഉടമ്പടിയിൽ 2 പേര് വേണം. ഒന്ന് നമ്മളും, ഒന്ന് ഈശോയും, ദൈവം. അപ്പോൾ ഉറപ്പല്ലേ ഈശോ ഇവിടെ ഉണ്ടെന്ന്? അപ്പോൾ ഈശോയുടെ മുമ്പിൽ സങ്കടത്തിന്, ഭയത്തിന്, കരച്ചിൽ, വിഷമം ഒന്നും പാടില്ല. ആ ദൈവകൽപ്പനയാണ് എപ്പോഴും സന്തോഷമായിരിക്കാമെന്ന് ഈശോ പറഞ്ഞിട്ടുള്ളത്. സങ്കടപ്പെടേണ്ട. നമ്മളിത് കോംപ്ലിക്കേറ്റ് ആക്കുകയും വേണ്ട, വളരെ സിമ്പിളാണ്. ഉടമ്പടി ജീവിക്കാൻ അത് അമ്മ നമ്മളെ സഹായിക്കും. നമ്മൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ആഗ്രഹിച്ചാൽ മാത്രം മതി. ഉടമ്പടിയിൽ ജീവിക്കണമെന്ന്, ഉടമ്പടിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ പറഞ്ഞത് എന്താ? അവൻ പറയുന്നത് ചെയ്യുക. അത് ചെയ്യാൻ ഒന്ന് ശ്രമിച്ചാൽ മതി. ദൈവവചനം നമ്മൾ ഒന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കണം, അത്രേ ഉള്ളൂ. ശ്രമിക്കുക ആദ്യം, ബാക്കി പുഷ്യങ്ങളൊക്കെ അമ്മ ചെയ്തോളും. എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ, വചനം പാലിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണ്, നമ്മളെക്കൊണ്ട് സാധിക്കില്ല. അതിന് കൃപ ഉണ്ടെങ്കിൽ മാത്രമേ വചനം പാലിക്കാൻ സാധിക്കൂ. നുണ പറയാതെ ഒന്നും ഇരിക്കാൻ സാധിക്കില്ല. നമ്മൾ 10 വാക്ക് സംസാരിച്ചാൽ അതിൽ 5 എണ്ണം നുണയായിരിക്കും. നമ്മൾ അറിയാതെ നമ്മൾ പറയും. പക്ഷെ ഇതിനു വേണ്ടി ഉടമ്പടിയിൽ വരുമ്പോൾ നമ്മൾ ആഗ്രഹം കാണുമ്പോൾ അമ്മ നമ്മളെ സഹായിക്കും. ആഗ്രഹിച്ചാൽ മതി. എന്താ കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ വചനത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നതെല്ലാം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുക, നമ്മളറിയാതെ നമ്മൾ അകന്നു പോവുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം എപ്പോഴും അടുത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെങ്കിലും 1 യോഹന്നാൻ 5:19 പരിശുദ്ധാത്മാവ് പറയുക, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ഈ ലോകം ഈ തിന്മയുടെ ആധിപത്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ തിന്മയുടെ ശക്തി നമ്മളെ നിയന്ത്രിക്കും, സാത്താൻ നമ്മളെ നിയന്ത്രിക്കും. അതുകൊണ്ടാണ് ഈ സമാധാനക്കുറവും സങ്കടങ്ങളും ഭയം, എപ്പോഴും കരച്ചിലും പിരിവിരിപ്പൊക്കെ നമുക്കുണ്ടാകുന്നത്. അതിന് നമ്മൾ ശ്രമിച്ചാൽ മതി. അതുപോലെ നമുക്കെപ്പോഴും ഒരു ബോധ്യം വേണ്ടിയത്, ഈ ബോധ്യമാണ്, ദൈവത്തെക്കുറിച്ചൊരു ബോധ്യം വേണം നമുക്ക്. നമ്മൾ പകുതി സംശയത്തിലും, ഈ കുറച്ച് വിശ്വാസം, പകുതി സംശയം, പിന്നെ നടക്കട്ടെ ബൈ ചാൻസ് ഒന്നും പാടില്ല. രക്തക്ഷാപംകാരി സ്ത്രീ, ആ കൂട്ടത്തിൽ അനേക പേരുണ്ടായിരുന്നു. ഡയറക്റ്റായിട്ട് ഈശോനെ തൊട്ടവരുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും അവിടെ ദൈവത്തിൻ്റെ ശക്തി, ഈശോയുടെ ശക്തി ഇറങ്ങിയില്ല, സൗഖ്യം കിട്ടിയില്ല. പക്ഷെ അവൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, വസ്ത്രത്തിൻ്റെ തുമ്പിൽ തോടെയാണ് ചെയ്തത്. തൊട്ടപ്പോഴത്തേക്ക് ശക്തി ഇറങ്ങി വന്നു. ബോധ്യമാണ്. മറ്റുള്ളവർക്കില്ലാത്ത, നേരിട്ട് ഈശോനെ തൊട്ടുകൊണ്ടിരുന്നവർക്കൊന്നും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം വേണം, ഞാൻ ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നത്? എൻ്റെ ഈശോ, എന്നെ ജീവനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന, എപ്പോഴും എന്നോട് കരുതലുള്ളത്. ആ ഒരു ബോധ്യം നമുക്ക് വേണം. നമുക്കെല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാം വിശ്വസിക്കുന്നത് അടയാളങ്ങളിൽ ആശ്രയിച്ചാണ് വിശ്വസിക്കുന്നത്. എനിക്ക് എന്തോരം അടയാളം കിട്ടി, കഴിഞ്ഞ ആഴ്ച എനിക്ക് അടയാളം കിട്ടി, ഇല്ല കഴിഞ്ഞ കൊല്ലം കിട്ടി. അടയാളങ്ങളിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം നിൽക്കില്ല, വിശ്വാസം നഷ്ടപ്പെടും. അമ്മ മാതാവിൻ്റെ വിശ്വാസം എന്തിലായിരുന്നു? നമ്മൾ എപ്പോഴും വിശ്വസിക്കേണ്ടത് ദൈവവചനത്തിലാണ് വിശ്വസിക്കേണ്ടത്. ദൈവവചനം നിറവേറുമെന്ന് വിശ്വസിക്കണം. ഉടമ്പടി അതാണ്. ഉടമ്പടിയിൽ 2 പേരാണ് ഉടമ്പടി ചെയ്യുന്നത്. അതിൽ 2 പേർക്ക് ലാഭം ഉണ്ടാകണം. നമുക്കൊരു കാര്യം നടക്കാനല്ലേ, നമുക്കെന്താ, ദൈവം
8550 വാഗ്ദാനങ്ങൾ ലോകത്തിലേക്ക് നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനം എല്ലാം ഈ ലോകത്ത് ജീവിക്കാൻ മതിയായതാണ്. വാഗ്ദാനങ്ങളെല്ലാം ഉണ്ട്. അത് ബൈബിളിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് യെശയ്യാ 34:16 പറയാണ്, ഈ പുസ്തകത്തിൽ ഇരുന്ന് നീ ദൈവവചനങ്ങൾ തിരഞ്ഞെടുക്കുക, വാഗ്ദാനങ്ങൾ തിരഞ്ഞെടുത്ത് നീ അതിൽ വിശ്വസിക്കുക. നമുക്കെല്ലാം ഉള്ള പ്രശ്നം എന്താ? വാഗ്ദാനങ്ങളെല്ലാം നിറവേറും. ഉടമ്പടിയിൽ സംഭവിക്കുന്നത്, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുക ചെയ്യുന്നത്. അത് നമുക്ക് അനുഭവം പലവരിക്കും കിട്ടാത്ത കാരണം ഹെബ്രിയ 4:2 വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, അവരതിൽ വിശ്വസിച്ചില്ല. വചനത്തിലില്ല വിശ്വസിച്ചത്. ഞാൻ പറഞ്ഞത് വിശ്വാസത്തിൻ്റെ കാര്യമായി. ഇത് ശ്രദ്ധിച്ചേക്കണം, വളരെ സിമ്പിളാണ്, നിങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു ട്രാക്ക് മാറാനുണ്ട്. ഇച്ചിരി ട്രാക്ക് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അനുഭവം കിട്ടും. നമുക്ക് അനുഭവമാണ് വേണ്ടത്. ദൈവമായിട്ട് ജീവിക്കണം. ഈ അടയാളങ്ങളൊക്കെ പോട്ടെ, അത് ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ ചോദിക്കാതെ തന്നെ ദൈവത്തിന് അറിയാൻ നിനക്ക് എന്താ ആവശ്യമെന്ന് മത്തായി 6:8 പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വിട്ടുകൊടുക്കുന്ന നല്ലത്. ദൈവത്തിന് ഭംഗിയായിട്ട് അറിയാം നമുക്ക് ആവശ്യമുള്ളതെല്ലാം. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വിശ്വസിക്കേണ്ടത് വചനത്തിലാണ്. നമുക്ക് എല്ലാവർക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ ഇന്ന് ഒരു കാര്യം നിയോഗം ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് 10 ദിവസം, ഇന്ന് നല്ല വിശ്വാസമാണ്, അത് 5 ദിവസമായി 10 ദിവസമായി ഇച്ചിരി കുറഞ്ഞ്, 1 മാസമാകുമ്പോൾ പിന്നെയും കുറഞ്ഞ്, 3 മാസമായി കഴിയുമ്പോഴത്തേക്കും ഉടമ്പടിയുടെ പുതുക്കാനുള്ള ഡേറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് പോയി. നമ്മൾ പിന്നെ വിചാരിക്കുന്നത് ഞാൻ പാപിയാണ്, എനിക്ക് ശാപമാണ്, പിശാച് കൊണ്ടുതന്നെയാണ്. പിന്നെ തോന്നും ദൈവം ഇതൊന്നും ചെയ്യുമെന്നില്ല. 10 പേരുണ്ടെങ്കിൽ 2 പേർക്ക് ചെയ്തു കൊടുക്കുമായിരിക്കും, അതില്ലെങ്കിലും കിട്ടും. അങ്ങനെയൊക്കെ പിശാച് കൊണ്ടുവരും. അതിനൊന്നുമില്ല. വാഗ്ദാനങ്ങൾ എല്ലാവർക്കും നിറവേറും. തീയിലേക്ക് 6 തൊട്ടാലും ചൂടെടുക്കും. പ്രൈസ് ദി ലോർഡ്. 10 പേരിൽ 2 പേർക്ക് മാത്രം ചൂടും, 8 പേർക്ക് ചൂടെടുക്കില്ലെന്നൊന്നും വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവ വാഗ്ദാനം എല്ലാവരിലും നിറവേറും. അമ്മ വിശ്വസിച്ചത്, അമ്മ ലൂക്ക 1:45 വാഗ്ദാനങ്ങൾ നിന്നിൽ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. പ്രൈസ് ദി ലോർഡ്. നിന്നിൽ നിറവേറുമെന്ന് വിശ്വസിച്ചത്, അത് അമ്മ അതിലാ വിശ്വസിച്ചത്, ഇല്ലാത്ത അടയാളങ്ങളെ കണ്ടില്ല. അമ്മയ്ക്ക് എല്ലാം പ്രതികൂല അനുഭവമായിരുന്നു ജീവിതത്തിൽ. ആ കല്യാണത്തിന് മുമ്പ് തന്നെ നീ ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞതും, പിന്നെ പ്രസവം സ്വന്തം വീട്ടിൽ പോലും ഇല്ലാതെ അത് തൊഴുത്തിലാണ് പ്രസവം ഉണ്ടായത്. അപ്പോൾ ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവമാണ് ജനിക്കണത്. ദൈവത്തിന് ഒരു വീട് പോലും ഇല്ലെന്ന് അമ്മയ്ക്ക് സംശയമൊന്നും വന്നില്ല. അമ്മ വിശ്വസിച്ചിരുന്നു. അമ്മയ്ക്കൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. സ്വന്തം മകൻ കുരിശിലേക്ക് കയറി. അപ്പോൾ അവിടെ വെച്ച് സാധാരണ അമ്മയാണെങ്കിൽ എന്ത് വിചാരിക്കും? അടയാളങ്ങളെ കാണുന്ന അമ്മയാണെങ്കിൽ എന്ത് വിചാരിക്കും? ആ പറഞ്ഞൊക്കെ നുണയാണ്, തെറ്റാണ്, അവനെ കുരിശിൽ കയറ്റി അവൻ മരിക്കാൻ പോവുകയാണ്. പക്ഷെ അമ്മ വിശ്വസിച്ചത് വാഗ്ദാനത്തിലാണ്. അവൻ്റെ രാജ്യത്തിന് ഒരിക്കലും അവസാനമില്ല, അത് അവസാനിക്കില്ല. എന്ത് തന്നെ അടയാളം വന്നോട്ടെ, ജീവിതത്തിൽ എന്ത് തന്നെ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് ചിലപ്പോൾ കടബാധ്യത ഉണ്ടാകാം, ഭർത്താവുമായിട്ട് ചേർച്ചക്കുറവുണ്ടാകാം, പ്രശ്നമായിരിക്കാം, മക്കൾ അനുസരിക്കുന്നുണ്ടാകില്ല, സ്വന്തം ഭവനമില്ല. പക്ഷെ ഒരു വാഗ്ദാനമുണ്ട്. ഈശോ പറഞ്ഞയാ, ഈ ലോകം അവസാനിക്കുന്നവരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ ഈശോ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്, നീ വിഷമിക്കേണ്ട, എനിക്ക് നിന്നെക്കുറിച്ച് കരുതലുണ്ട്, നീ ഉത്കണ്ഠപ്പെടേണ്ട. 1 പത്രോസ് 5:7 പറയുന്നുണ്ട്. ഈ വാഗ്ദാനങ്ങളിലാണ് വിശ്വസിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എന്ന വചനം നിന്നിൽ നിറവേറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം നിറവേറണമെങ്കിൽ വാഗ്ദാനത്തിലാണ് വിശ്വസിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ അടയാളങ്ങൾ, ഞാൻ എന്ത് സാഹചര്യത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ സാഹചര്യം എന്താണെന്നുള്ളതിൽ ശ്രദ്ധിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ബൈബിളാണ്. അത് നമ്മൾ ഉടമ്പടിയിൽ അതുകൊണ്ടാണ് പറയുന്നത് 6 മണിക്കൂർ നമ്മൾ വചനം വായിക്കണം. വചനം വായിക്കാൻ ഒരു ദാഹം വേണം.
ഇതൊരു നിയോഗമായിട്ട് എടുക്കരുത്. ഈ ഉടമ്പടിയുടെ ഭാഗമാണ്, എങ്ങനെയും ഒന്ന് അരമണിക്കൂർ തീർക്കാം. ഒരിക്കലും അങ്ങനെ. ആദ്യം നിങ്ങൾക്ക് വചനം നിങ്ങൾ നിറവേറണമെങ്കിൽ അതിന് നിങ്ങൾക്കൊരു ദാഹം വേണം. ദാഹം എങ്ങനെയാണ് കിട്ടുന്നത്? വചനത്തോടുള്ള ദാഹം എങ്ങനെയാണ് കിട്ടുന്നത്? ദാഹം കിട്ടുന്നത് എങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞുതരാം. സീക്രട്ടാണ്. വചനത്തിനുള്ള ദാഹം കിട്ടുന്നത്, സാധാരണ വെള്ളം കുടിച്ചാൽ നമുക്ക് ദാഹം തീരും ഇല്ലേ? ഇപ്പോട്ടെ വചനം വായിച്ചാൽ, ഈ വെള്ളം കുടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആ വചനം കിട്ടണം, ഇതിൻ്റെ ആഴത്തിലേക്ക് പോകണം എന്നുള്ളത് തോന്നൽ വരും. നമ്മളെല്ലാം ചെയ്യുന്ന മുകളിലേക്ക് മാത്രമാണ്, ഫിസിക്കലായിട്ട് മാത്രമാണ് വചനത്തിനെ നോക്കുന്നത്. ഫിസിലോൺ എല്ലാവരുടെ കയ്യിൽ ബൈബിൾ വേണം. എപ്പോഴും എൻ്റെ അവിടെ ധ്യാനത്തിന് കോയമ്പത്തൂർ പറയാറുണ്ട്, നീ ബൈബിള് ചുമക്കുമ്പോൾ ബൈബിൾ നിന്നെ ചുമക്കും, നിന്നെ ചുമന്ന് കൊണ്ട് നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും നിൻ്റെ കയ്യിൽ. ഞാൻ അച്ഛനും അവിടെ ഞങ്ങൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ, ധ്യാനിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ ഏറ്റവും വെയിറ്റുള്ള ബൈബിളാണ്. സാധാരണ എന്താ കാര്യം എന്ന് വെച്ചാൽ ഹാൻഡ് ബാഗ് കറക്റ്റ് വെയിറ്റ് നോക്കിയിട്ടാണ് ഫ്ലൈറ്റിലേക്ക് കയറ്റുന്നത്. പക്ഷേ ഞാൻ എല്ലാ വെയിറ്റും കുറച്ചിട്ട് ഹാൻഡ് ബാഗിൽ ബൈബിൾ ഉണ്ടാകും. ഇതിലും അതിലും 2 ബാഗിലും ബൈബിളും കൊണ്ട് കിടക്കും. എവിടെ പോയാലും ബൈബിൾ ഉണ്ടാകും. ഇത്രയും. കാറിൽ നോക്കിക്കോ, എൻ്റെ ലെഫ്റ്റും റൈറ്റിലൊക്കെ ബൈബിൾ ഉണ്ടാകും. ഇവിടെ കാറ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബൈബിളെ ചുമന്ന് കിടക്കുമ്പോൾ ഞാൻ പറയാം, നിങ്ങളറിയാതെ വചനം നിങ്ങളെ ചുമക്കും. എന്തെന്നാൽ ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് ദൈവം വചനം കൊണ്ടാണ്. ഹല്ലേലൂയ. ഇത് വചനത്തോടുള്ള ദാഹത്തിൻ്റെ പ്രതിഫലമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഞാൻ അത് പല സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എനിക്കൊരു മെഡിക്കൽ റെപ്പായിട്ട് അമ്മ ജോലി വാങ്ങിച്ചെന്ന് ഞാൻ ചോദിച്ചായിരുന്നു, ഡിഗ്രി ഫസ്റ്റ് ഇയർ ഉള്ളപ്പോൾ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്, വീട്ടിൽ ചിലവിനൊന്നുമില്ല. 300 രൂപ ശമ്പളമേ ഉള്ളൂ അന്ന്. അതൊന്നും തികയില്ല. പക്ഷേ ഒരു ഡോക്ടർ ഇവിടെ ചന്ദ്രൂർ മെഡിക്കൽ മിഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, ചന്ദ്രൂരിലുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. അവിടെ ഒരു ഡേവിഡ് ഡോക്ടറുണ്ട്, അന്ന് പരിചയപ്പെട്ട. അന്ന് അവർ പെൻറ്റക്കോസ്റ്റാണ്. ഞാൻ ഹൈന്ദവനായതുകൊണ്ട് എനിക്ക് പെൻറ്റക്കോസ്റ്റ്, കാത്തലിക്ക് അതൊന്നും എനിക്കറിയില്ലായിരുന്നു. മൊത്തത്തിൽ അവർ ക്രിസ്ത്യൻസാണ്, ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ എനിക്ക് മരുന്ന് എഴുതി തരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളി, ഞാൻ അവിടെ പോകുമ്പോൾ പറയും, ഓർഡറൊക്കെ തരാം, ഞായറാഴ്ച YMCAയിൽ ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ എന്ത് വിചാരിക്കും, YMCAക്ക് പോവും. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കണമെന്ന് ഞായറാഴ്ച ഈ ST കിട്ടില്ല, മറ്റേ സ്റ്റുഡൻറ്റ് പാസ് കിട്ടില്ല. 10 പൈസയേ ഉള്ളൂ അന്ന്. സാധാരണ ദിവസം പോയി കഴിഞ്ഞാൽ എൻ്റെ ID കാണിച്ച് കഴിഞ്ഞാൽ 10 പൈസയ്ക്ക് പോകാം. പക്ഷേ ഞായറാഴ്ച കിട്ടില്ല, ബസ്സിൽ കിട്ടില്ല, കാശുണ്ടാകില്ല. ഇപ്പോൾ ഒരു കണക്കിന് കാശൊപ്പിച്ച് കുറച്ച് ആദ്യത്തെ 2 ആഴ്ചയൊക്കെ ഞാൻ പോകുമ്പോൾ അവിടെ വചനം പറയും. ഞാൻ ഇങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കും. വചനം കേട്ട് കഴിയുമ്പോൾ അവരുടെ മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ ഡോക്ടറിന് മുമ്പിൽ പോയി ഞാൻ ഹാജരായിട്ടുണ്ടെന്ന് കൈ കാണിക്കും. ആദ്യത്തെ 1-2 ആഴ്ചയൊക്കെ അങ്ങനെ കാണിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് മരുന്നിൻ്റെ ഓർഡർ, അതുപോലെ അങ്ങനെ മരുന്നിൻ്റെ ഓർഡർ എഴുതി തരും. അങ്ങനെ ക്ലിനിക്കിന് ഓർഡർ എഴുതി തരും. ഇതൊരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ നല്ല തിരക്കാണ്, ഡോക്ടർ ശ്രദ്ധിക്കാറില്ല. ഞാൻ വന്നെന്ന് എനിക്ക് ബോധ്യമാണ്. ചില ആഴ്ച ഞാൻ കാണില്ല. 3-4-5 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ അവിടെ പോകണമെന്നൊരു ആഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കണമെന്ന് ആഗ്രഹം. ഞാൻ പിന്നെ നോക്കുമ്പോൾ പോക്കറ്റിൽ കാശുണ്ടാകില്ല. ഞങ്ങൾ താമസിക്കണം മട്ടാഞ്ചേരിയിലാണ്. അത് ഷെനോയ്സിൻ്റെ ബാക്ക് സൈഡാണ്. എറണാകുളം അറിയുമെങ്കിൽ അറിയാൻ പറ്റും. 14 കിലോമീറ്ററാണ് അവിടെ YMCAയുടെ ഹാള്. ഞാൻ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങും. കാലത്തെ ഒരു 6:30 മണിക്ക് നടക്കും, 11 മണിക്കാണ്. നടന്ന് അവിടെ പോയിട്ട് തിരിച്ച് വെയിലത്ത് നടന്നു വരും, വചനം കേൾക്കാൻ വേണ്ടി മാത്രം. ഒരു ചെറിയ ബൈബിളും എൻ്റെ കയ്യിലുണ്ടാവും. അതിൻ്റെ പ്രതിഫലമാണ് ഇന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങളുടെ മുമ്പിൽ. പ്രൈസ് ദി ലോർഡ്. ആ വഴിയിൽ ഞാൻ എന്തൊക്കെ അവിടെ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ, അവിടെ കാറിൽ പോകുന്നവരെ കണ്ടിട്ടുണ്ട്, ബൈക്കിൽ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. അതെല്ലാം വചനം കൊണ്ടല്ലേ ദൈവം സൃഷ്ടിച്ചതിനെല്ലാം. വചനത്തിൻ്റെ ദാഹം നമ്മളെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ പറയില്ല. ഞാൻ എന്തൊക്കെ നോക്കിയിട്ടുണ്ടോ, ഏറ്റവും വലിയ വീട് ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ പക്ഷേ എൻ്റെ കയ്യിൽ വചനം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. വചന ദാഹമാണ്, വചനം മതി.
അത് ഒരു ഇൻട്രസ്റ്റാണ്. ഞാനിപ്പോൾ കാറിൽ പോകുമ്പോൾ ആരെയും വിളിക്കാറില്ല, വചനം വെച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഏതെങ്കിലും സ്പീച്ച് വെച്ച് ഇങ്ങനെ കേൾക്കും, അച്ഛൻ്റെയൊക്കെ സ്പീച്ച് ഇങ്ങനെ കേൾക്കും. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്റ്റർബൻസാണ്, അപ്പോൾ ആരെങ്കിലും ഞാൻ അവോയ്ഡ് ചെയ്യാൻ നോക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വചനത്തിൽ ഞാൻ പറയണ ഇത് ബോറിംഗ് ആണ്, ഉറക്കമെന്ന് അങ്ങനെയൊക്കെ തോന്നിയാലും ഒരു പാരഗ്രാഫ് ആദ്യം വായിച്ചത് ശ്രദ്ധയോടെ വായിക്കണം. അതിലെന്താ പറയണം, അത് എന്നോടാണ് പറയുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. എന്നോടാണ് ഈശോ അത് പറഞ്ഞിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഈശോയുടെ ലാഭം, നമ്മളെ ലാഭം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ, ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറും. അത് ഏകദേശം 8550 വാഗ്ദാനങ്ങളുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളതല്ല. അതുകൊണ്ടാണ് നമുക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന എല്ലാം കിട്ടുന്നത്. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് കിട്ടും. അതില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ദൈവത്തിന് എന്താ ലാഭം. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് ഇതുകൊണ്ട് എന്താണ് ലാഭം? ദൈവത്തിന് ലാഭം എന്താണ്? ദൈവത്തിന് ലാഭം, ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ആളും നഷ്ടപ്പെടരുത്, ഒരു ആത്മാവ് പോലും നഷ്ടപ്പെട്ട് പോകരുത്. എല്ലാവരും നിത്യതയിലേക്ക് ജീവിക്കണം. അപ്പം നിത്യജീവൻ എന്താണ്? സിമ്പിളാണ്, ഞാൻ പറയണത് വളരെ സിമ്പിളാണ്. ഈ ഒരു ട്രാക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയാണ്. ഉടമ്പടി പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിക്കാകും. ഹല്ലേലൂയ. നിത്യജീവൻ എന്താണ്? യോഹന്നാൻ 17:3 ഈശോനെ അറിയുന്നതാണ്, ദൈവത്തിൻ്റെ ഏകപുത്രനായ ഈശോനെ അറിയുന്നതാണ് നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ആത്മാവ് പോലും നഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മാർക്ക് 16:15 പറഞ്ഞ ലോകമെല്ലാം ചെന്ന് നീ സുവിശേഷം അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം അറിയിക്കുക, ലോകമെല്ലാം ചെന്ന് സുവിശേഷം അറിയിക്കുക. സുവിശേഷം അറിയിക്കുന്നത് എങ്ങനെയാണ് അറിയിക്കുക? ഈശോനെ എങ്ങനെയാണ് അറിയിക്കുക? പ്രൈസ് ദി ലോർഡ്. ഇതാണ് മറ്റുള്ളവർ ഈശോനെ അറിയണം. ഹല്ലേലൂയ. അപ്പോൾ അതിന് അമ്മ സിമ്പിളായിട്ട് പറഞ്ഞ് നമ്മളെ മനസ്സിലൊക്കെ പതിഞ്ഞ് കിടക്കുക, ഈ ബൈബിളിൽ എഴുതിയിരിക്കണത് അങ്ങോട്ട് വായിച്ച് കേൾപ്പിക്കുക എല്ലാവരെയും പോയിന്ന്. അവൻ പറഞ്ഞതെല്ലാം നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ, അവിടെ പോയി അങ്ങോട്ട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞത് അങ്ങോട്ട് പോയി അതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ പറഞ്ഞിട്ടുള്ളത് അവൻ പറയുന്നത് ചെയ്യുക. നീ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഈശോനെ കാണിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ വിശ്വാസ ജീവിതം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. വളരെ അത് ക്രിസ്ത്യാനിയാണെങ്കിൽ അവർക്ക് ദൈവം കുമ്പസാരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും മനസ്സിലെന്താണെന്ന് വെച്ചാൽ ഈ 10 കൽപ്പന അങ്ങോട്ട് പാലിച്ചു കഴിഞ്ഞാൽ ഈശോ പറഞ്ഞതായി. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ആരെയും കൊന്നിട്ടില്ലല്ലോ, പിന്നെ വ്യഭിചാരം ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ അഥവാ കള്ളസാക്ഷി പറഞ്ഞാൽ നുണ പറഞ്ഞാലും അതിന് എനിക്ക് 2 ആഴ്ച കൂടുമ്പോൾ പോയി കുമ്പസാരിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉള്ള എല്ലാ തെറ്റും ചെയ്തുകൊണ്ട് ഒരു മനസാന്തരമില്ല. അങ്ങോട്ട് ഇതിനെല്ലാം ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ദൈവം തന്നു വെച്ചിട്ടുണ്ട്. നീ ചെയ്യുന്ന തെറ്റെല്ലാം അങ്ങോട്ട് പോയി, അത് കുറച്ച് പേര് ചൊല്ലും, കുറച്ച് പേര് അതും ചൊല്ലാറില്ല. ഈ പട്ടിക ഇട്ടിട്ട് അങ്ങോട്ട് പറയുക ചെയ്യുന്നത്. എന്തൊക്കെ ചെയ്തെന്ന് പോലും നുണ പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, കക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? വളരെ സിമ്പിളായിട്ട് എടുത്തിരിക്കുക. ഹല്ലേലൂയ. ഇതൊക്കെ ചെയ്യണം. പക്ഷേ ഈശോ പറഞ്ഞത് ഇതാണ്, അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞതെല്ലാമാണ് ചെയ്യേണ്ടത്. പഴയത് അങ്ങ് പാലിക്കണം, അത് ഉറപ്പാണ്. അത് വിജാതീയരും അത് ചെയ്യേണ്ടല്ലോ. ആരെയാ കൊല്ലുന്നവർ? കക്കുന്നില്ലല്ലോ. ഇല്ല, അമ്മയച്ഛനെ ബഹുമാനിക്കുന്നില്ലേ? അവർ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അതില്ല. നമ്മ ചെയ്യേണ്ടത് പുതിയ നിയമം നമ്മ പാലിക്കേണ്ട. അത് ഈശോ പറഞ്ഞിട്ടുള്ള കാര്യം അത് ചെയ്യണം. അത് ചെയ്യുമ്പോഴാണ് അതിലെന്താ കാര്യമെന്ന് വെച്ചാൽ നമുക്കെല്ലാം പരാതിയാണ്. എൻ്റെ ഭർത്താവിന് മാനസാന്തരമില്ല, എൻ്റെ ഭാര്യയ്ക്ക് മാനസാന്തരമില്ല, എൻ്റെ അമ്മായിയമ്മ അങ്ങനെ തന്നെയാണ്, പ്രശ്നമാണ് എല്ലാം. പിന്നെ മറ്റുള്ളവർക്ക് ഞാൻ പോയി പത്രം കൊടുത്തിട്ടും ആ പത്രം എടുത്ത് അവർ കളഞ്ഞ് അവർ വിശ്വാസത്തിലേക്ക് വന്നണ്ട. നിന്നെ കാണുമ്പോഴാണ് അവർ വിശ്വാസത്തിലേക്ക് വന്നത്. നിൻ്റെ സ്വഭാവം നീ എപ്പോഴും വഴക്കും ചീത്തവാക്കും
ഭർത്താവിൻ്റെ മുമ്പിൽ ക്ഷമിക്കാൻ അറിയില്ല, മുഖം വിരിപ്പിച്ച് പിടിച്ച് നടന്നിട്ട് പോയി കിടക്കുക, അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുക. അങ്ങനെ കടന്നിട്ട് വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈശോ പറഞ്ഞിരിക്കുക, കോപിക്കരുത്. നീ വിഡ്ഢീന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ നരകത്തിലേക്ക് പോകും. നിൻ്റെ സഹോദരനെ വിഡ്ഢീന്ന് വിളിച്ചാൽ നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല. പോഷാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ ന്യായവിധിക്ക് അർഹനാവും. ഹല്ലേലൂയ. അതേപോലെ അപ്പോൾ ഈ വാക്കൊക്കെ എന്തോരമാണ് പറയണം. നിങ്ങളെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഭർത്താവ് ഭാര്യ പറയുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം ഈ കാര്യം. പിന്നെ ഈശോ പറഞ്ഞിട്ടുള്ളതാ, ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞത് വാക്ക ഇതാണ് അമ്മ മാതാവ് പറഞ്ഞ, അവൻ പറയുന്നത് അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ അമ്മ മാതാവ് പറയുന്നത് ഇത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തത് എന്താണ്? അവർ ഈശോ വീഞ്ഞെടുത്ത് നിറയ്ക്കാൻ പറഞ്ഞില്ല, പച്ചവെള്ളം മാത്രം നിറയ്ക്കാൻ പറഞ്ഞോളൂ. സഹായിച്ചു കൊടുത്തത് അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങൾ ഇത് ശ്രമിക്കണം വചനം പാലിക്കാൻ. 70 പ്രാവശ്യം ക്ഷമിക്കുക എന്ന് ഈശോ പറഞ്ഞ 70 പ്രാവശ്യം ക്ഷമിച്ചുകൊണ്ടിരിക്കുക. ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് ക്ഷമിക്കുക. ഈശോ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് എടുക്കുക. അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇതിലൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കാത്തതിൻ്റെ കാര്യം ഓർത്തുകൊണ്ടിരിക്കും. കോപം മനുഷ്യൻ്റെ നാച്ചുറലാണ്. പക്ഷേ ഈശോ അതിൽ പറഞ്ഞിട്ടുണ്ട്. എഫെസ്യർ 4:26-27 പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, നിൻ്റെ കോപം പാപത്തിലേക്ക് പോകരുത്, പാപം ചെയ്യരുത്. ഈശോ പറഞ്ഞതിൻ്റെ എതിരെ പിറുപിറുക്കരുത്, അത് പാവമാണ്. വിധിക്കരുത്, അത് പാവമാണ്. കോപം വന്നു കഴിഞ്ഞാൽ കോപം വരും, മിണ്ടാതിരിക്കുക. പക്ഷേ ശ്രദ്ധിക്കണം, അസ്തമനത്തിന് മുമ്പേ നീ രമ്യപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ സാത്താൻ കയറി ഇടപെടും. സാത്താൻ്റെ ആധിപത്യമാണ്. ആദ്യം പറഞ്ഞ പോലെ 1 യോഹന്നാൻ 5:19 ഈ ലോകം മൊത്തം സാത്താൻ്റെ ആധിപത്യമാണ്. നീ അവനൊരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ സൂര്യാസ്തമനം വരെ ദൈവ വാഗ്ദാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് കോപിക്കരുത്. ഈ മിക്കവാറും ഭാര്യ ഭർത്താവിൻ്റെ പ്രശ്നം എല്ലാം ഉണ്ടാകുന്നത് രാത്രിയിലാണ്. രാത്രിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുക. മാറിക്കിടക്കുക, തിരിഞ്ഞു കിടക്കുക, കരച്ചിലായി, പ്രശ്നമായി. കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മുറിവായിട്ട് അവിടെ പിശാച് എന്ത് ചെയ്യും? ഭാര്യയ്ക്ക് ഭർത്താവ് പറഞ്ഞത് മുറിവ്, ഭർത്താവിന് ഭാര്യ പറഞ്ഞത് മുറിവായിട്ട് നിന്ന് രാത്രി സംഭവിക്കുന്നതൊക്കെ ദാമ്പത്യ കാര്യങ്ങൾ വരെ പിശാച് പലവരുടെ ദാമ്പത്യ ജീവിതം നഷ്ടപ്പെട്ടതിൻ്റെ കാര്യം അത് പകലിൽ വിളിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മക്കളുടെ മുമ്പിൽ വരെ പറയും, ഈ മനുഷ്യൻ ഇങ്ങനെയാണ്, ഈ പെണ്ണിങ്ങനെ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ പിശാച് ഇടപെടുന്നതാണ്. അത് ഡൈവേഴ്സ് ആയിട്ടില്ല, പക്ഷേ ഡൈവേഴ്സിനേക്കാളും കഷ്ടമാണ് ജീവിതം അവിടെ. അത് പിശാചിൻ്റെ ആധിപത്യമാണ്. അത് ക്ഷമിക്കാത്തത് കൊണ്ടാണ്, അവിടെ സൂക്ഷിച്ചു വെക്കുന്നതുകൊണ്ട്. അസ്തമനം വരെ ഇന്ന് ഞാൻ പറയുകയാണ്, കോപിക്കുക. എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് അന്യായം നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചോട്ടെ, പ്രൈസ് ദി ലോർഡ്, എന്ത് തന്നെ സംഭവിച്ചോട്ടെ, ഇതിനെല്ലാം അത് അസ്തമനം വരെ. ഇതിനൊക്കെ ഞാൻ പരിപാടി പറഞ്ഞുതരാം. ഇതൊക്കെ പറയാനും കേൾക്കാൻ സാധിക്കില്ല. അതിന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ പാലിക്കേണ്ടതെന്ന് ഞാൻ കുറച്ച്, അത് പുതിയ നിയമം സുവിശേഷം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈശോ പറഞ്ഞിട്ടുള്ള പിറുപിറുക്കരുത്, വിധിക്കരുത്, കുറ്റം പറയരുത്, കുറ്റം കേൾക്കരുത്. നാവ് ശ്രദ്ധിക്കുക, നാവ് വാക്കുകൾ പറയണത് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ശ്രദ്ധിക്കുക. ഒരാൾ നിന്നെ ദ്രോഹിക്കുമ്പോഴത്തേക്കും നിന്നെ ദ്രോഹിക്കുന്നവനെ വേണ്ടി നീ പ്രാർത്ഥിക്കുക. നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇതുവരെ? അവനെ അനുഗ്രഹിക്കുക. എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? നിന്നെ ദ്രോഹിച്ചവൻ്റെ കുറ്റം ഒരാൾ അറിയരുത്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം അതാണ്. കുറ്റം പറയണതിൻ്റെ ഓപ്പോസിറ്റ് അനുഗ്രഹം. അവനെക്കുറിച്ച് നീ മോശമായിട്ട് സംസാരിക്കരുത്, എവിടെയും പോയി പറയരുത്. അവൻ എന്നോട് ഇങ്ങനെ ചെയ്ത് നമ്മളെ ന്യായീകരിക്കാൻ പോകരുത്. പ്രൈസ് ദി ലോർഡ്. കാര്യം എന്താണെന്ന്, ഞാനാണ് നിൻ്റെ ദൈവം, ഞാനാണ് നിൻ്റെ കാര്യം നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മ പറയരുതത്. അതുപോലെ തന്നെ നീ ദാനം ചെയ്യുമ്പോൾ മറ്റുള്ള ആൾ അറിയരുത്. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ പള്ളിയിൽ പൈസ കൊടുക്കും, ഒരു ഡൊണേഷൻ കൊടുത്തിട്ട്, സംഭാവന കൊടുത്തിട്ട് സ്റ്റേജിൽ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ എത്ര പേരാ ദേഷ്യത്തിലുള്ളത്? പ്രൈസ് ദി ലോർഡ്. സങ്കടം തോന്നാറില്ലേ? തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ലേ? എൻ്റെ കാര്യം എന്താ പറയാത്തത്? എന്നിട്ട് അമ്മ പറയും,
ഞാൻ കാരണമാണ് അവനിപ്പോൾ രക്ഷപ്പെട്ടിരിക്കണം, ആ കുടുംബം ഇങ്ങനെ ഇരിക്കുന്നത്. അവർക്കൊന്നും ഇല്ലായ്മ ഇരുന്നപ്പോൾ ഞാൻ എന്തോരം സഹായിച്ചിട്ടുണ്ട്, അതിൻ്റെ നന്ദിയുണ്ട. ഇതൊക്കെ അമ്മ പറയില്ലേ? ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ പാലിക്കണ്ട, വചനം പാലിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ പറയുന്നത് അമ്മ ചെയ്തിട്ടില്ല. അവൻ പറയുന്നത് ചെയ്യുമ്പോഴാണ് അവരുടെ ദൈവ വാഗ്ദാനങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നിറവേറുന്നത്. നിനക്ക് പതുക്കെ കാണാം. വേര് വെച്ച് വരും, അങ്ങനെ പുഷ്പിച്ചു വരും. അത് ഹല്ലേലൂയ. അതിന് തടസ്സം അമ്മ വിചാരിക്കും, ഞാൻ കൊന്നിട്ടില്ലല്ലോ, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ലല്ലോ, ഞാൻ കട്ടിട്ടില്ലല്ലോ, പിന്നെ അതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടല്ലോ. ഇല്ല. യഥാർത്ഥ ഉടമ്പടിയിൽ അമ്മ പറയുന്നത് അത് കാര്യം എന്താണെന്നാൽ ഈശോ പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ വചനം നിന്നിലാണെങ്കിൽ നീ ചോദിക്കുന്നതെല്ലാം ഞാൻ നൽകും. യോഹന്നാൻ 15:7. പക്ഷേ വചനം ഉള്ളിൽ, അതാണ് അമ്മ മധ്യസ്ഥം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടുന്ന. അമ്മ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കും, വചനത്തെ സൂക്ഷിക്കും അമ്മ. അത് ലൂക്കാ 2:52 നോക്കിക്കഴിഞ്ഞാൽ അമ്മ എന്ത് ഈശോ പറഞ്ഞാലും അത് ഹൃദയത്തിൽ സൂക്ഷിക്കും, എന്നിട്ട് അതിനെ ധ്യാനിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ട് വന്നിരിക്കുക. എനിക്ക് കുറച്ച് 6 മണിക്കൂർ ഉണ്ടെങ്കിലും 1/2 മണിക്കൂർ മതി. അമ്മ ഇത് അനുവദിച്ച് തന്നത് ഇപ്പോൾ 2003 അനുവദിച്ച് തന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അമ്മ ആഗ്രഹിക്കുക ഇവിടെ ഒരു മെസ്സേജ് പറയണമെന്ന്. ഇവിടെ കുറേ മെസ്സേജ് സ്റ്റേജിൽ പറഞ്ഞു പോകുന്നതിൽ എന്തോ ഒരു വീഡിയോസ് ഉണ്ട്. അതിൽ ഒരു മാസത്തിൽ എനിക്കും തന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഇതിലെന്തെങ്കിലുമൊക്കെ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് കോയമ്പത്തൂർ ഇരുന്ന് 1/2 മണിക്കൂർ മെസ്സേജിൽ തലേദിവസം വന്ന് ഇവിടെ താമസിച്ചാണ് മെസ്സേജ് പറയണത്. അപ്പം നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പം അമ്മ ഹൃദയത്തിൽ സൂക്ഷിച്ചത് കൊണ്ടാണ് അമ്മയുടെ ജീവിതത്തിൽ വചനം നിറവേറിയത്. പ്രൈസ് ദി ലോർഡ്. വാഗ്ദാനങ്ങൾ നിറവേറിയതിൻ്റെ കാരണം ഹൃദയത്തിൽ സൂക്ഷിക്കാമെന്ന് വെച്ചാൽ, ധ്യാനിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും ബൈബിളിൽ എന്താ എഴുതിയിരിക്കണേ അത് ഓർത്തെടുക്കണം, തേടിയെടുക്കണം. പ്രൈസ് ദി ലോർഡ്. അത് യെശയ്യാ 34:16 ഞാൻ പറഞ്ഞല്ലേ, അത് തേടിയെടുക്കണം. ഈ ബൈബിളിൽ ഇരുന്ന് തേടിയെടുക്കണം. അത് പരിശുദ്ധാത്മാവ് സഹായിക്കും. ഇതെന്താണെന്നാ, ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ. കുറേ എനിക്ക് ഈശോ എന്നോട് ബൈബിളിൽ കുറേ സംസാരിക്കാറുണ്ട്. എന്നോടില്ല, കുറേ പേരോട്, എല്ലാവരോടും തന്നെ സംസാരിക്കും. എനിക്ക് എന്താണെന്നാ, ഞങ്ങളൊരു പൂച്ചയെ വളർത്തുന്നുണ്ട് വീട്ടിൽ. എൻ്റെ മോള് നല്ല പൂച്ചയാണ്. അത് നോക്കുമ്പോഴത്തേക്കും ഒരു ദിവസം കാണാതെയായി. അപ്പോൾ വീട്ടിലുള്ള ജോലിക്കാർത്തി കരച്ചിലായി, മോക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കരച്ചിലാണ്, കണ്ണൊക്കെ നിറഞ്ഞു വരും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കയറി പറയാതെ തന്നെ മടി കയറിയിരിക്കും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ വചനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, വചനത്തിൻ്റെ ശക്തി. അപ്പോൾ 10 ദിവസം ആയപ്പോഴത്തേക്കും നെറ്റിലിട്ട് നോക്കിയപ്പോഴത്തേക്കും 4-5 ദിവസം ഒരാഴ്ച വരെ ഉണ്ടാവും, ഇല്ലെങ്കിൽ അത് ചത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ സങ്കടമായി. അവനെ കാണണമെന്ന് ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ, ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ മീനിനെയും പക്ഷികളെയും മൃഗങ്ങളെയെല്ലാം അതിൻ്റെ എല്ലാം അധികാരം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അത് ജെനിസിസ് 1:27 27-28 അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അവിടെ എൻ്റെ വരാണ്ടയുടെ ഡോറ് തുറന്നിട്ട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, എടാ പൂച്ചയ്ക്ക് സിംബ എന്നാ പേര് പറയണേ, നീ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നീ കാലത്തെ വന്നോളൂ ഇവിടെ. നിൻ്റെ അധികാരം എനിക്കാണ് തന്നിരിക്കുന്നത്. അത് ഉൽപ്പത്തി 1:27-28 ഈശോ പറഞ്ഞിട്ടുണ്ട്, ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ കാലത്തെ വന്നോളൂ എന്ന് പറഞ്ഞ്. അതിനെ പറഞ്ഞിട്ട് ഒരു വിശ്വാസപ്രകടനം ചൊല്ലി. എനിക്കത് സങ്കടം കൊണ്ട് വെറുതെ പറഞ്ഞാൽ, ഞാൻ നോക്കുമ്പോൾ അവൻ എൻ്റെ ഡോറിൽ കൂടി അവൻ്റെ കാലത്തെ ആകുമ്പോൾ ഞാൻ മറ്റേ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയിട്ട് ജനൽ തുറക്കുമ്പോൾ അതിലേക്ക് ഒരു ചാട്ടം ഇവൻ ചാടി വന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു വചനത്തിൻ്റെ ശക്തിയാണ് പറയണത്. ശരി, ഇതുപോലെ കുറേ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഇപ്പോൾ ഓർമ്മ വന്നുകൊണ്ട് ഞാൻ അത് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഹൃദയത്തിൽ സൂക്ഷിക്കുക, ഏത് കാര്യത്തിലും ഹൃദയത്തിൽ. അപ്പോൾ ഭർത്താവ് ഒച്ച എടുത്തുകൊണ്ടിരിക്കുക, അല്ല ഭാര്യ എടുത്തിരിക്കുക. അപ്പോൾ അമ്മ അപ്പം തന്നെ വചനം ഓർക്കണം. നിൻ്റെ യുദ്ധം, എഫെസ്യർ 6:12, നിൻ്റെ യുദ്ധം മാംസത്തോടോ രക്തത്തോടോ ഇല്ല, പിശാചിനോടാ. ഇത് അവളില്ല ചെയ്യുന്നത്, അവനില്ല ചെയ്യുന്നത്, അത് ചെയ്യുന്നത്
പിശാചാണ് ചെയ്യിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ 70 പ്രാവശ്യം ക്ഷമിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തിരിച്ച് നീ മിണ്ടരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. മക്കളോട് പറയരുത്. എത്ര മക്കൾ ഇന്ന് ഈ അനുസരിക്കാതിരിക്കണതിൻ്റെ കാര്യം ഒന്ന് കേട്ടോളൂ. അമ്മമാർ അച്ഛനെക്കുറിച്ച് കുറ്റം മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ പിശാച് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. നുണ പറയരുത്. നുണയുടെ പിതാവാണ് പിശാച്. നുണ പറയുമ്പോൾ അവിടെയും പിശാച് ഇറങ്ങി പറയും. എവിടെ ഏത് വാക്കിലാണ് നിങ്ങൾ നുണ പറയുന്നതോ ശ്രദ്ധിച്ചോളണം. ഇതൊക്കെ ശ്രദ്ധിച്ചോ. അവിടെ അമ്മ വാതിൽ തുറന്ന് വെച്ചിരിക്കുക. പിശാചിന് വാതിൽ തുറന്ന് വെച്ച് അമ്മ ചിലപ്പോൾ വെറുതെ പറയും. അമ്മ എന്തെങ്കിലും ആരെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ, അതായത് ഞാൻ ഒരു കാര്യമായിട്ടിരിക്കുക, പുറത്താണ്, വീട്ടിലായിരിക്കുന്നത്. ഞമ്മ എന്തിനാ പുറത്താണെന്ന് പറഞ്ഞാൽ നമുക്കും അറിയില്ല, എന്തിനാ അങ്ങനെ പറഞ്ഞെന്നും അറിയില്ല. പ്രൈസ് ദി ലോർഡ്. അത് സ്വഭാവമാണ്. ഞാനിപ്പോൾ പുറത്താണ്, കുറച്ച് ബിസിയാണ്, അങ്ങനെയൊക്കെ അമ്മ പറയും. പക്ഷെ അവിടെയൊക്കെ അമ്മ വാതിൽ തുറന്ന് വെക്കുക. കുറച്ച് കഴിഞ്ഞാൽ വഴക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകാൻ ചാൻസ്. അപ്പം തന്നെ അനുദപിച്ച് പറ്റുമെങ്കിൽ തിരിച്ചു വിളിക്കണം. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ, ഞാൻ ഇവിടെ തന്നെയാണ്, വീട്ടിലാണ്, എന്താ കാര്യം. അങ്ങനെ ശീലിച്ചാൽ മതി. ചെറിയ കാര്യത്തിൽ നിന്ന് ശീലിക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിലാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പാലിക്കാനാണ്. അപ്പം നിങ്ങൾ അതിന് അർഹരാണ്. മറ്റുള്ളവർക്ക് വചനം പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ വ്യത്യാസം വരുമ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഉടമ്പടി എടുക്കും. ഭർത്താക്കന്മാർ പറയും, നീ എപ്പോഴും നിനക്ക് പ്രാർത്ഥനയാണല്ലോ, ഏത് സമയത്തും ഉടമ്പടിയാണല്ലോ, നീ അത് പ്രാർത്ഥനയൊക്കെ നിർത്ത്. എത്ര പേരെ എന്നെ കൗൺസിലിംഗ് അങ്ങനെ വിളിച്ച് പറയുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിന്നിൽ മാനസാന്തരം കണ്ടിട്ടില്ല. ഭർത്താവ് ഒന്നിച്ചെടുത്താൽ നീ 4 ചീത്തി അങ്ങോട്ട് തിരിച്ചു വിളിക്കണം. അതേപോലെ ഭർത്താവ് ഇങ്ങോട്ട് പറയുക, ഉടമ്പടി എടുത്ത ഭർത്താവ് ഇങ്ങോട്ട് പറയുക. ക്ഷമിക്കാനേ അറിയില്ല, മുഖം വിരിപ്പിച്ച് അങ്ങോട്ട് മിണ്ടേയില്ല, ഒന്നുമില്ല, പോയി സംസാരിക്കില്ല. സംസാരിച്ച് കഴിഞ്ഞാൽ പോണെന്ന് പറയും. ഹല്ലേലൂയ. അതേപോലെ വാക്കുകൾ, ചീത്ത വാക്കുകൾ, അത് പറയുക, ഇത് പറയുക, പിറുപിറുപ്പ്, കരച്ചിൽ, ബഹളം. അപ്പോൾ ഇതെല്ലാം നിന്നിൽ എന്ത് വ്യത്യാസം കണ്ട്? നിൻ്റെ വീട്ടിൽ മാനസാന്തരം കിട്ടിയില്ലെങ്കിൽ അമ്മ കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് പത്രം കൊടുത്തിട്ട് ആയിരിക്കും മാനസാന്തരം ഉണ്ടാകാനാ? നിന്നെ കാണുമ്പോൾ അയൽക്കാരെങ്ങനെയാന്ന് അവർ തിരിച്ചു വരിക. ഈശോനെ എങ്ങനെ അറിയുക? നിൻ്റെ സ്വഭാവം എപ്പോഴും വീടിൻ്റെ അകത്ത് ഒച്ചയും ബഹളവും കരച്ചിലും പ്രശ്നവും. അതുപോലെ നീ ആ വീട്ടുകാരായിട്ട് സംസാരിക്കില്ല, ഇവരായിട്ട് സംസാരിക്കില്ല. എൻ്റെ ഇപ്പുറത്തെ വീട്ടുകാരോട് പോയിട്ട് നീ പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് വിശ്വാസം അറിയാം? അത് പേപ്പറിൻ്റെ വാല്യൂ മാത്രമേ ഉള്ളൂ അതിനെ അവർ കാണുന്നത്. ഒരു മാനസാന്തരം ഉണ്ടാകാൻ പോകില്ല അവർക്ക്. നിനക്ക് വ്യത്യാസം വന്ന് നിന്നിൽ ഈശോനെ കണ്ടു കഴിഞ്ഞാൽ നീ മറ്റുള്ളവർക്ക് ഈശോനെ കാണിച്ചു തരാം. നീ എങ്ങനെയാണ് ഇങ്ങനെ എന്ന് അവർ ചോദിക്കും. എന്തു വന്നാലും നിന്നെപ്പോലെ എനിക്ക് ആകണമല്ലോ എന്ന് പറഞ്ഞാൽ അതിന് ഈശോനെ അറിയണം. നീ ഉടമ്പടി എടുക്കണം. ഈശോ ഇതാണ് നിനക്ക് പറയാൻ പറ്റണം. അതാണ് സുവിശേഷം അറിയിക്കുന്നത്. നീ 70 പ്രാവശ്യം ക്ഷമിക്കണം, കുറ്റം പറയരുത്. ആരെങ്കിലും നിന്നെ ദ്രോഹിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം, പിറുപിറുക്കരുത്, സന്തോഷമായിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ സന്തോഷം കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നണം, നീ എങ്ങനെയാണ് സന്തോഷം? നിനക്ക് ഇത്രയും പ്രശ്നമുണ്ടെന്ന് അറിയാമല്ലേ, ബാങ്ക് ജപ്തിയാവുമല്ലോ, നീ മാത്രം എങ്ങനെയാണ് ഇങ്ങനെ സന്തോഷത്തിലിരിക്കുന്നത് എന്ന് മറ്റുള്ളവർ ചോദിക്കും നിന്നോട്. ചോദിക്കുമ്പോൾ നിനക്ക് പറയണം, എൻ്റെ കൂടെ ഈശോ ഉണ്ട്, ഇതൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല, എൻ്റെ ഈശോ നോക്കിക്കോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെ ഈശോയായിട്ട് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞാൽ, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ വചനം പാലിക്കും. എന്ന് പറഞ്ഞാൽ വചനം ജീവിക്കും. അനുസരിക്കും എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നതാണ്. അതിന് ഈശോയ്ക്കറിയാതെ വലിയ ബുദ്ധിമുട്ടാണ്. ഈശോ ഇതിൽ പറയണത്, ഇത് യോഹന്നാൻ 14:15 പറയണം, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ വചനം പാലിക്കും എന്ന് ഈശോ പറഞ്ഞിട്ട് 14:15 യോഹന്നാൻ 14-ാം അധ്യായം 15 പറയണം. 16 ഈശോ പറയണത്, ഇതിനു വേണ്ടി ഞാൻ നിനക്കൊരു സഹായകനെ അയക്കും. 16 പറയുക. അപ്പോൾ വചനം പാലിക്കാൻ സഹായകനെ അയക്കുമെന്ന് ഈശോയുടെ വാഗ്ദാനമാണ്. നിങ്ങൾ ആ വാഗ്ദാനത്തെ കയറി പിടിക്കുക. ആ വാഗ്ദാനത്തെ കയറി പിടിച്ചിട്ട്, ഈശോയെ നുണ പറയാതിരിക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നെ, ക്ഷമിക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നെ, എൻ്റെ ഭർത്താവിനെ അനുസരിക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നെ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ മക്കളെ ക്ഷമിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിനെ തന്നെ. ഞാൻ അവരോട് എന്താ ഈശോ പറഞ്ഞിട്ടുള്ളതാ 5:23 മത്തായി 5:23, നിന്നോടായിരിക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീ പോയി രമ്യപ്പെടുക. നിനക്ക് വിഷമമുണ്ടായിട്ടില്ല,
മറ്റുള്ളവർക്ക് നിന്നോട് എന്ത് കാരണത്തിന് വേണമെങ്കിലും വിഷമം ഉണ്ടാകാം, പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവരോട് പോയി സംസാരിക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നെ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ പുകഴ്ചയും എൻ്റെ പ്രശസ്തിയും ഞാൻ ആഗ്രഹിക്കാതെ ഇരിക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നെ. എന്നെ ആരും ബഹുമാനിച്ചില്ല, എന്നെ കണ്ടില്ല, എന്നെ വിളിച്ചില്ല, എന്നെ കണ്ട് ചിരിച്ചില്ല, ഇതൊക്കെ നിൻ്റെ പ്രശസ്തിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രശസ്തി ആഗ്രഹിക്കാതിരിക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നെ. നീ ഈശോടുത്ത് ചോദിക്കണം. പരിശുദ്ധാത്മാവിനെ എപ്പോഴാണ് കിട്ടുന്നത്? നീ അനുദപിക്കുമ്പോഴാണ്, നീ ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്. അത് അപ്പോസ്തലപ്രവർത്തകൻ 2:38 പറയുന്നത്, നീ അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. അതേപോലെ ഈശോടത്തെ ചോദിക്കുന്നവർക്ക് പാപിയായ നീ നിൻ്റെ മക്കൾക്ക് അവൻ അപ്പം ചോദിക്കുമ്പോൾ നീ കല്ലിനെ കൊടുക്കില്ല, അവൻ മുട്ട ചോദിക്കുമ്പോൾ നീ തേളിനെ കൊടുക്കില്ല. അപ്പോൾ സ്വർഗസ്നായ പിതാവ് നിനക്ക് നീ ചോദിക്കുമ്പോൾ എന്തോരം പരിശുദ്ധാത്മാവിനെ തരും, ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ തരും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ എന്തിനാണ് ചോദിക്കേണ്ടത്? എനിക്ക് വചനമനുസരിച്ച് ജീവിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല ദൈവമേ, എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കാൻ എൻ്റെ ശക്തി കൊണ്ട് എനിക്ക് സാധിക്കില്ല ദൈവമേ, എനിക്ക് വചനം പങ്കുവെക്കാൻ, ഈശോനെ കൈമാറാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല ദൈവമേ, അതിനെ എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണേ. പ്രൈസ് ദി ലോർഡ്. വളരെ സിമ്പിളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അമ്മ മാതാവേ, ഈ മക്കളെല്ലാം ഞാൻ സമർപ്പിക്കുകയാണമ്മ. നീ ഞങ്ങളോട് സംസാരിച്ചു, വചനത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളെല്ലാം ഈ നിമിഷം പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണേ. ഞങ്ങളെ കാണുമ്പോൾ നിൻ്റെ മകനെ കാണുന്ന പോലെ മറ്റുള്ളൊരു വിശ്വാസത്തിലേക്ക് വരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ അമ്മ മാതാവേ. പ്രൈസ് ദി ലോർഡ്.